ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ SIT ഇനി വൈകാൻ പാടില്ല. ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും സ്വൈരവിഹാരം നടത്തുകയാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഇതിന്റെ അന്വേഷണം കടന്നുപോയിട്ടില്ല. വാസ്തവത്തിൽ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു കൊള്ള നടത്താൻ സാധ്യമല്ല. അതിന് പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. ആരാണ് ഇതിന് രാഷ്ട്രീയ സംരക്ഷണം നൽകിയത്? ആരാണ് ഭരണത്തിന്റെ പിന്തുണ ഇവർക്ക് നൽകിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഓരോ ഭക്തനും നൽകുന്ന കാണിക്കയും അവന്റെ ആത്മസമർപ്പണമാണ്. അത് ഭക്തജനങ്ങൾ നൽകുന്നത് തികഞ്ഞ ഭക്തിയോടെയും ആദരവോടെയുമാണ്. അവിടെ നിന്ന് കാണാതെ പോകുന്ന സ്വർണം കണ്ടെത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം SITക്ക് ഉണ്ടല്ലോ. SITക്ക് ഇനി 3 ആഴ്ച കൂടിയുള്ള സമയം. സാധാരണഗതിയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? തൊണ്ടി മുതൽ കണ്ടെത്തുകയാണ്. ഈ തൊണ്ടി മുതൽ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? തൊണ്ടി മുതൽ എവിടെ പോയിരിക്കുന്നു? ഇപ്പോൾ ചില ജൂവലറിയിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുന്ന സ്വർണം ഇത് തന്നെയാണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. അപ്പോൾ ഇതിന് അന്തർദേശീയ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതിന്റെ വില വളരെ കൂടുതലാണ്. ഏതാണ്ട് 500 കോടി രൂപയിലധികം വില ഉള്ള ആന്റിക്സ് ആയിട്ടാണ് ഇത് വിറ്റത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. ആ വിവരമാണ് ഞാൻ എന്നോട് പറഞ്ഞ ആളിന്റെ എല്ലാ വിശദാംശങ്ങളും SITയുടെ മുമ്പിൽ കൊടുത്തത്. SIT അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. അതനുസരിച്ചുള്ള നടപടികൾ മുന്നോട്ട് പോകണം. കാരണം ഇത് അന്തർദേശീയ തലത്തിൽ തന്നെ കോടികളുടെ വില വരുന്ന പുരാവസ്തുവായിട്ട് വിറ്റഴിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. ആ ആളിനെയാണ് ഞാൻ SITയുടെ മുമ്പിൽ അതിന്റെ വിശദാംശങ്ങളാണ് നൽകിയത്. അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷം അന്വേഷണം ആ വഴിയിലേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അതിനുശേഷം എനിക്ക് ഞാനവരെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ സ്വർണം എവിടെ പോയി? ഈ സ്വർണം കണ്ടെത്തണ്ടേ? യഥാർത്ഥ പ്രതികളിലേക്ക് കാര്യങ്ങൾ എത്തണ്ടേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് വൻ സ്രാവുകൾ ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നുവെന്നാണ്. SITയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ഇനിയും ഈ വൻ സ്രാവുകളെ വലയിലാക്കാൻ SIT ശ്രമിക്കേണ്ടതാണ്. ഇതിന്റെ അന്തർദേശീയ ബന്ധങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുകയും അതിനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുകയും ചെയ്ത ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലായിട്ടും അവരുടെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. പാർട്ടി എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. നടപടി സ്വീകരിച്ചാൽ നടപടിക്ക് വിധേയരാകുന്ന ആളുകൾ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ ഇപ്പോഴും ഈ പ്രതികളെ സംരക്ഷിക്കുന്നത്.